രണ്ടാം പിണറായി ഗവൺമെന്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടാണെന്നും RSSന്റെ അജണ്ട നടപ്പിലാക്കി BJPക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും CMP ജനറൽ സെക്രട്ടറി CP ജോൺ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനൂർ പഞ്ചായത്ത് UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പിണറായി ഗവൺമെൻറ്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റും ഒറ്റക്കെട്ടാണെന്നും RSSന്റെ അജണ്ട നടപ്പിലാക്കി BJPക്ക് സീറ്റ് നേടിക്കൊടുത്ത് പിന്നീട് സ്ഥിരമായി ഭരിക്കാനുള്ള തന്ത്രമാണ് പിണറായി നടത്തുന്നതെന്നും CMP ജനറൽ സെക്രട്ടറി CP ജോൺ അഭിപ്രായപ്പെട്ടു. ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജാനൂർ പഞ്ചായത്ത് UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടാം പിണറായി ഗവൺമെന്റും മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങിക്കുക അതൊന്നുമല്ല. ഇവിടെ RSSന്റെ അജണ്ട കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് ഒരു 10-25 സീറ്റ് BJPക്ക് കിട്ടിയാൽ പിന്നെ സ്ഥിരമായി ഭരിക്കാമെന്നാണ് പിണറായിയുടെ തീസിസ്. മനസ്സിലായി? ഒരു 25 സീറ്റ് അവർ ഭരിക്കട്ടെ, അവർ ജയിക്കട്ടെ. ബാക്കി 115 സീറ്റ് 60 സീറ്റ് കിട്ടിയാൽ ഭരിക്കാമല്ലോ. ആർക്ക്? ഇടത് മുന്നണി. പിന്നെ UDF ഉണ്ടെങ്കിൽ UDF ഉണ്ടായിക്കോട്ടെ. ഭയങ്കര അപകടകരമായ ഒരു ഫോർമുലയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മതേതരമായ എല്ലാ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും നശിപ്പിച്ചു കൊടുക്കാനുള്ള കരാറാണ് പിണറായി വിജയൻ പിടിച്ചിട്ടുള്ളത്. ഇപ്പൊ സ്ത്രീ പ്രവേശനം ശബരിമല എന്ന് പറഞ്ഞപ്പോ നമുക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഈ നരേന്ദ്രമോദി വന്ന ഉടനെ ഞങ്ങളുടെ സമ്മേളനം MER മരിച്ചതിന് ശേഷം കൂടിയപ്പോ അഖിൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഈ നരേന്ദ്രമോദിയെ എതിർക്കണം എങ്ങനെ എതിർക്കും? മതേതരമായ എല്ലാ മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും നശിപ്പിച്ചു കൊടുക്കാനുള്ള കരാറാണ് പിണറായി ഏറ്റെടുത്തിട്ടുള്ളത് എന്നും CP ജോൺ കുറ്റപ്പെടുത്തി. മുബാറക് ഹസൈനാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹക്കീം കുന്നിൽ, ബഷീർ വെള്ളിക്കോത്ത്, PV സുരേഷ്, V കമ്മാരൻ, VK രവീന്ദ്രൻ, KV ഉമേശൻ, വൺഫോർട്ട് അബ്ദുൾ റഹ്മാൻ, ഹമീദ് ഹാജി, മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞിരാമൻ ഏക്കാൽ, T കൃഷ്ണൻ, TK വിനോദ്, ലക്ഷ്മി തമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. CV തമ്പാൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും കുടുംബ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.